ഏറെ പ്രിയങ്കരനായ ഈ മണ്ഡലത്തിൻ്റെ MLA ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായ ശ്രീ PV അൻവർ, വനം വകുപ്പിലെ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ P പുകഴന്തി, ശ്രീ K വിജയാനന്ദ്, നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറെ ബഹുമാന്യരായ ജനപ്രതിനിധികളെ, വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ടുകൂടി എത്തിയിട്ടുള്ള ബഹുജന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി വനം വകുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 26ാമത്തെ പരിപാടിയാണ് ഇന്ന് ഈ നിലമ്പൂരിൽ വെച്ച് നടക്കുന്നത്. 9 പരിപാടികൾ ചേർത്ത് ഒന്നാക്കിയതാണ്. അപ്പോൾ ശരിക്കും ഒന്നെന്നല്ല പറയേണ്ടത്, എണ്ണം കൂട്ടണം. അതിന് വെറുതെ പെരുപ്പിച്ച് കാണിക്കുകയും വേണം. നിലമ്പൂരിൽ പഴയകാലം മുതൽ തന്നെ വന വിഭവങ്ങൾക്കും വന്യജീവികൾക്കും പേരുകേട്ട നാടാണ്. നിലമ്പൂർ തേക്ക് ലോക പ്രശസ്തമാണ്. അത് കാണാനും കാട് കാണാനും അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ധാരാളം സന്ദർശകർ വന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെയുള്ള കേരളത്തിലെ എല്ലാ വനമേഖലകളും അങ്ങനെയാണ്. പക്ഷേ 1-2 വർഷമായി ഈ ഭംഗിയെല്ലാം മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ വന്യജീവി ശല്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും പാവപ്പെട്ട കൃഷിക്കാർ, സാധാരണക്കാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയാണ് ബന്ധപ്പെടുക. അപ്പം അവിടുന്ന് കിട്ടുന്ന മറുപടി ചിലപ്പോഴൊന്നും നന്നാവുന്നില്ല. ഞാൻ മന്ത്രിയായി ചുമതലയേറ്റെടുത്തതിന് ശേഷം ആദ്യം നടത്തിയ അവലോകന യോഗത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവർ ജനങ്ങളുടെ ഭാഗം നോക്കുന്നേയില്ല. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ
ഇപ്പം മന്ത്രിയുടെ പണി എന്താണെന്ന് ചോദിച്ചു. മന്ത്രി ഏൽപ്പിച്ച പണി എന്താണ്? എന്താണ് ഗവൺമെന്റ് ഈ വനം വകുപ്പ് മന്ത്രിയെ ഏൽപ്പിച്ച ജോലി എന്താണ്? വനത്തെയും വന്യജീവികളെയും രക്ഷിക്കുക. ആ വകുപ്പാണല്ലോ എൻ്റെ വകുപ്പ്. അപ്പം ഞാനും അവരെ കൂട്ടത്തിലാണ്. അപ്പം അതാണ് നിയമമെങ്കിലും ഞാൻ ആലോചിച്ചത്, നിയമം ആർക്ക് വേണ്ടിയാണ്? തീർച്ചയായും വനം സംരക്ഷിക്കാനാണ്, വന്യജീവികളെ സംരക്ഷിക്കാനാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം മാനവരാശിയുടെ സുരക്ഷയും വളർച്ചയും ജീവിത സാഹചര്യങ്ങളും ഭദ്രമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ ജലസ്രോതസ്സുകളെ സംരക്ഷിച്ച് ജന്തു സസ്യജാലങ്ങളെ പരിരക്ഷിച്ച് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പോറലേക്കാതെ സൂക്ഷിക്കാൻ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കേണ്ട വകുപ്പാണ് വനം വന്യജീവി വകുപ്പ്. ഞാൻ ആദ്യം ചെയ്തത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവർ മനസ്സിലാക്കണമല്ലോ. ഇവരത് പഠിച്ചിട്ടില്ല, ഇവരെ പഠിപ്പിച്ചിട്ടുമില്ല. എങ്ങനെയാ വനം കൊള്ളക്കാരെ പിടിക്കാന്നല്ലേ ഇവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് കാട്ടുമൃഗങ്ങളെ നേരിടേണ്ടത് എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ വനവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പുഴന്തി ഉൾപ്പെടെയോട് ചോദിച്ചു, നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ജനങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകണം. അങ്ങനെ ജനവിരുദ്ധ വകുപ്പ് എന്ന പേര് മാറ്റി വനം വകുപ്പിനെ ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുകയില്ല. എന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്യും. അതിന് സഹായിച്ചത് വകുപ്പ് നടപ്പിലാക്കിയ, പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ വന സൗഹൃദ സദസ്സുകളാണ്. മലയോര മേഖലയുമായി ചേർന്ന് കിടക്കുന്ന 241 പഞ്ചായത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അവിടുത്തെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് സഹിഷ്ണുതയോട് കേൾക്കാൻ ആദ്യം പറഞ്ഞു. ഇതിൽ നിന്നും ലഭിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ശ്രമങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ മറ്റൊരു കാര്യം ബോധ്യമായത്, ജീവനക്കാരും പരിമിതമായ പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് ജോലി ചെയ്യുന്നത് എന്നാണ്. മാത്രമല്ല, ശിക്ഷണം ലഭിച്ച ഫോറസ്റ്റ് ഓഫീസർമാരുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അതിന് പരിഹാരം കാണണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് കുറേയേറെ സ്വന്തക്കാരെ എവിടെയും ഒക്കെ നിയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കുക എന്നാണ്. അത് വേണ്ട എന്ന് വിചാരിച്ചു. പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ അവർ വനമേഖലയും വനത്തിനകത്തും ജീവിക്കുന്നവരാണ്. പട്ടികവർഗ വിഭാഗം. അവരിൽ നിന്നും മാത്രം തെരഞ്ഞെടുക്കുന്ന 500 പേർ
500 പേരെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമിക്കാനാണ് തീരുമാനിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. PSC മുഖാന്തരം തന്നെയാണ്, ചില പ്രത്യേക നിബന്ധനകളോടുകൂടി. പബ്ലിക് അല്ലാതെ നേരിട്ട് വെച്ചതല്ല, പബ്ലിക് സർവീസ് കമ്മീഷൻ കിട്ടും. ഈ 500 പേരാരാണ്? വനവുമായി ബന്ധമുള്ളവരാണ്, വനമേഖലയിൽ താമസിക്കുന്നവർക്കാണ്. പുറത്തുനിന്ന് വരുന്ന മറ്റേത് ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതലായി ആ വനവും ആ നാടും അറിയുന്നവരാണ് അവർ. ആ 500 പേർ നല്ല സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് മറ്റ് സൗകര്യങ്ങൾ വേണം, വിശ്രമിക്കാനുള്ള വിശ്രമ മുറികൾ വേണം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു മുൻഗണന ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ആ മുൻഗണന കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വലിയൊരു ഓഫീസ് കോംപ്ലക്സ് വിവിധ ആർആർടികൾക്കും മറ്റുമായി ഫോറസ്റ്റ് സ്റ്റേഷനുകളും ഓഫീസ് കെട്ടിടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ ഇവിടെ പറഞ്ഞു. 9 ഇനങ്ങളിലായി 15 കോടിയിലധികം രൂപ ചെലവഴിച്ച ആ പദ്ധതി, അത് നബാർഡ് ഉൾപ്പെടെ വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ച പണമാണ്. നിലമ്പൂർ മേഖലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും 3-4 ഇരട്ടി സൗകര്യത്തോടു കൂടി ജീവനക്കാർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം ചില പ്രാദേശിക ആവശ്യങ്ങളുണ്ട്. ആ പ്രാദേശിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് റോഡ് നിർമ്മാണം പോലുള്ള പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA അദ്ദേഹവും ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. നെടുങ്കയം മാഞ്ചേരി പാണപ്പുഴ ഫോറസ്റ്റ് റോഡ്. ഞാൻ അൻവറിനോട് പറഞ്ഞു, കുറച്ചധികം പണം ആവശ്യമുള്ളതാണല്ലോ, നമ്മുടെ പോക്കറ്റ് അത്ര സമ്പന്നല്ല എന്നല്ല, അത്ര സമ്പന്നല്ല. നിങ്ങൾ വിചാരിക്കേണ്ട കാലിയാണെന്ന്. കാര്യമല്ല, അത്യാവശ്യത്തിന് കാശ് പോക്കറ്റിലുണ്ട്. അപ്പോൾ അത് അത്യാവശ്യമാണോ? അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് അത്യാവശ്യങ്ങളിൽ അത്യാവശ്യമുള്ളതിന് മാത്രം മുൻഗണന കൊടുക്കുന്നൊരു നിലപാട് സ്വീകരിച്ചതാണ്. അൻവർ MLA എന്നുള്ള നിലയിൽ മാത്രമല്ല, എൻ്റെ ദീർഘകാലത്തെ പരിചയമുള്ള സുഹൃത്ത് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് യഥാർത്ഥത്തിൽ എൻ്റെ സുഹൃത്ത്. അപ്പോൾ വേദിയിൽ വെച്ചിട്ട് അച്ഛൻ്റെ പേരിൽ പറഞ്ഞ് കുഴപ്പമുണ്ടാകണ്ട. അപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ അതിന് വഴിയുണ്ടാക്കാം എന്നവർ പറഞ്ഞു. വഴിയുണ്ടാക്കാം എന്ന് പറയുക മാത്രമല്ല, ഇന്ന് വഴിയുണ്ടാക്കി ഉദ്ഘാടനം ചെയ്തു. 17 കിലോമീറ്റർ ദൂരത്തിലുള്ള അതിമനോഹരമായ ഒരു റോഡ് 532.86 ലക്ഷം രൂപ. ആ റോഡ് ഉദ്ഘാടനം ചെയ്ത് ആ റോഡിലൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതാർക്ക് സഹായകമാണ്? ജീവനക്കാർക്ക് മാത്രമല്ല, ജനങ്ങൾക്കും ആ വികസന പ്രവർത്തനങ്ങളുടെ പ്രയോജനം ലഭിക്കണം. പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? ഈ അക്രമം നേരിടുമ്പോൾ 2 പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചേരുന്നില്ല. പല കാരണങ്ങളാണ് അവരതിനു വേണ്ടി പറഞ്ഞിട്ടുള്ളത്. 1, വേണ്ടത്ര ആളില്ല. 2, വാഹന സൗകര്യങ്ങളില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഏതോ ഒരു മഹാനായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡീസൽ അടിക്കാൻ പണമില്ല. അയാളെ നോക്കുന്നുണ്ട്, ഡീസൽ അടിക്കാൻ പണമുണ്ടോ എന്ന്. അത് വേറെ കേസാണ്. പക്ഷെ അവർക്ക് ഫലപ്രദമായി പ്രവർത്തിക്കണം. വയനാട്ടിലും പാലക്കാടും
ഇടുക്കിയിലും വന്യജീവി അക്രമം രൂക്ഷമായപ്പോൾ നമ്മൾ പല സ്ഥലത്തുനിന്നും ആറാട്ടുകളെ കടമെടുത്താണ് ഈ പ്രവർത്തനം നടത്തിയത്. വയനാട്ടിലേക്ക് നിലമ്പൂരിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയി, ഇടുക്കിയിലേക്ക് ആളുകളെ കൊണ്ടുപോയി. ഇതൊക്കെ സാധിക്കും. അപ്പോഴത്തൊക്കെ കാര്യങ്ങൾ നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പ്രാദേശിക തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി പുതിയ പുതിയ ടീമിനെ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് ഓടിയെത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ ഭാഗമായാണ് 9 ആറാട്ടുകൾ പുതുതായി അനുവദിച്ചത് ഈ സംസ്ഥാനത്ത്. കഴിഞ്ഞ 2016 ശേഷം കേരളത്തിൽ ഒരാറാർട്ടിയും പുതുതായി അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 9 അനുവദിച്ചു. ആറാർട്ടികൾ ഫലപ്രദമായി പ്രവർത്തിക്കണം. ഇപ്പം മരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, കൂടുതൽ ആളുകൾ മരിക്കുന്നത് പാമ്പ് കടിയേറ്റിട്ടാണ്. ഞങ്ങൾ ചെയ്തത് എന്താണ്? പാമ്പ് പിടിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തു. ഒരു പഞ്ചായത്തിൽ നിന്നും, അങ്ങനെ ആലോചിക്കുന്നു, ഒരു പഞ്ചായത്തിൽ നിന്നും 5 പേർക്ക് ട്രെയിനിങ് കൊടുക്കുക. പരിശീലനം ശ്രദ്ധിച്ച വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഓടിയെത്തുക. അവരുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹായത്തോടെ അവയെ പിടിപ്പിക്കുക. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടന്ന മരണങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുണ്ട് എല്ലാ പത്രത്തിലും. പക്ഷെ അതിൽ 75% പാമ്പ് കടിയേറ്റ് മരിച്ചവരാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ നോർത്ത് സൗത്ത് ഡിവിഷനുകളിൽ ഇങ്ങനെ പാമ്പ് കടിയേറ്റ് മരിച്ചവർക്കുള്ള സഹായധനം ഇതിനകം പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 31-ാം തീയതി വരെയുള്ളത്. മറ്റു തരത്തിൽ മരിച്ചവരുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരിച്ചവരുണ്ട്. അവർക്കും മതിയായ രേഖകൾ കൊടുത്താലേ 2ാം ഗഡു കിട്ടുകയുള്ളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2ാം ഗഡു കിട്ടണമെങ്കിൽ പിന്തുടർച്ചാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണം. അല്ലെങ്കിൽ ആർക്കാ കിട്ടിയത്? ആർക്കെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ അവകാശിക്ക് കിട്ടണമല്ലോ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമാക്കുന്നുണ്ട്. ഇവിടെ ജനപ്രതിനിധികൾ ഇരിക്കുന്നുണ്ട്, നിങ്ങളിരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പറയണം. അത് കൊടുത്താലേ നമുക്ക് കാശ് തരാൻ പറ്റൂ. അതിനിപ്പോൾ നമ്മൾ ഇന്ന് കുത്തിയിരുന്ന് സമ്മർദ്ദം ചെലുത്തി പിന്നെ നാളെ അത് ആ ഉദ്യോഗസ്ഥൻ്റെ ബാധ്യതയായി മാറുമ്പോൾ അവൻ്റെ സർവീസ് ജീവിതത്തിലൊക്കെ പ്രശ്നം. നിങ്ങൾക്കും സർവീസ് ഉദ്യോഗസ്ഥന്മാരായ ബന്ധുക്കളുണ്ട് എന്ന് നിങ്ങളും ആലോചിക്കണം. എല്ലാ പണവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ 1-2 കേസുകളിൽ അത് നടന്നിട്ടില്ല. അത് 1-2 ദിവസം കൊണ്ട് പരിഹരിക്കും. ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ എന്താണ് വലിയൊരു പരാതി ഉയർന്നു വരുന്നത്? വാച്ചർമാർക്ക് പണം കൊടുത്തിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നു, ഈ 31 വരെ, ഏത് 31? ആഗസ്റ്റ് 31 വരെ ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ, 31 വരെ ഉള്ളത്, ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ DFOയോടും സർക്കിളിൻ്റെ ചുമതല വഹിക്കുന്ന വിജയാനന്ദനോടും പറഞ്ഞു, അത് ഈ ആഴ്ച കൊടുത്തിരിക്കണം. ബാക്കിയുണ്ടെങ്കിൽ. ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനാവശ്യമായ മതിയായ തുക ഈ ഈസ്റ്റേൺ സർക്കിളിന് വേണ്ടി ചെലവഴിക്കാൻ മിനിയാന്ന് 7,25,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട് കൊടുത്തു തീർക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക,
അക്രമം മൂലം അപകടമുണ്ടാകുന്നവരെ സഹായിക്കുക, സർവോപരി അക്രമം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് വനം വകുപ്പ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനിയും കുറേ ആറാർജികൾ വേണം. അവർക്കെല്ലാം സൗകര്യമുള്ള കെട്ടിടങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഒരു വശത്ത് വകുപ്പിൻ്റെ നവീകരണവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായ പരിപാടികളും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതുതായി സ്മാർട്ട് എലിഫന്റ് ഫെൻസിങ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയി. പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സർപ്പ ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കണം. അതുകൊണ്ടുള്ള മറ്റൊരു ഗുണം, ആൻറ്റീവനം ഏറ്റവും അടുത്ത് കിട്ടുന്ന ആശുപത്രി ഏതാണ് എന്നുകൂടി ആ ആപ്പിലൂടെ നോക്കിയാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ചെല്ലുന്ന ആശുപത്രി ചിലപ്പോൾ ഈ ആൻറ്റീവനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ മെഡിക്കൽ വകുപ്പുമായി ചർച്ച ചെയ്യുന്നത് ആൻറ്റീവനം ഇപ്പോൾ ഈ മിനിറ്റിൽ ലഭ്യമായ ഏറ്റവും അടുത്ത ആശുപത്രി ഏതാണ് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നേരെ അവിടെ കൊണ്ടുപോകാൻ കഴിയും. അതിന് വേണ്ടത്ര പ്രചരണം ലഭിച്ചതായി എനിക്ക് തോന്നില്ല. കാരണം വളരെ കുറച്ച് പേരെ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം മാധ്യമ സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്, നമ്മളെപ്പറ്റിയൊക്കെ കഥകൾ എഴുതാൻ നിങ്ങൾ മിടുക്കന്മാരാണ്, നല്ലതാണ്, കഥ വായിക്കാൻ ഞങ്ങൾക്കും ഇഷ്ടമാണ്. ഞാനൊരു മോശക്കാരനൊന്നുമല്ല കഥ വായിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഒന്ന് നാട്ടുകാർ അറിയേണ്ടതും അറിയണ്ടേ? അത്രേ ഞാൻ പറഞ്ഞു. നാട്ടുകാർ അറിയേണ്ടത്. നാട്ടുകാർക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്താ നാട്ടുകാർക്ക് വല്ല കാര്യമുണ്ടോ? അത് വേറെ കാര്യം. ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ പറഞ്ഞു പോകേണ്ടത്. പക്ഷെ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യം, ഇത് പറയരുതെന്നല്ല, ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യം ജനങ്ങളിൽ എത്തിക്കാൻ കുറച്ച് സമയവും സ്ഥലവും നിങ്ങൾ കണ്ടെത്തണമെന്ന് ഈ കൂട്ടത്തിൽ സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വയനാട്ടിൽ ഇപ്പോൾ ഞങ്ങൾ പരിശോധിക്കുന്നത് പുതിയ തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ്. അത് ഏണി വാളിംഗ് സിസ്റ്റം കൂടി ഉള്ള ഒരു സിസ്റ്റമാണ്. ആ പരീക്ഷണം വിജയിച്ചാൽ ചിലവ് കൂടുമെങ്കിലും ദീർഘകാലം നിൽക്കുന്നതും ഫലപ്രദവുമാണ്. ഇപ്പോൾ ഇവരുടെ ആക്രമണം തടയാൻ നമ്മൾ മതിലുകൾ കെട്ടി, ട്രഞ്ചുകൾ കുഴിച്ചു, ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചു, വേലികൾ കെട്ടി, എല്ലാം ചെയ്തു. പക്ഷേ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് മൃഗങ്ങൾ. അവരതിനൊരു മറുമാർഗം കണ്ടുപിടിക്കുന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഫെൻസിങ്ങിൻ്റെ മേലെ എന്താ കാണുന്നത്? ഒരു മരം ഒടിച്ച് ആ ഫെൻസിങ്ങിന് മേലെ ഇട്ടു. അപ്പം അത് മുഴുവൻ പൊട്ടിയല്ലോ. അത് ചവിട്ടി. അത്ര ബുദ്ധിയുള്ളവരാണതിൽ. അവിടെയാണ് ഇവിടെ സ്വാഗതപ്രാസംഗൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അവശേഷിക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമായ മാർഗം സോളാർ ഹാങ്ങിങ് ഫെൻസിങ് തന്നെയാണ്. ഇത് ഈ വർഷം ഇവിടെ ഏതാണ്ട് 30ഓളം കിലോമീറ്റർ ദൂരത്തിൽ ഈ ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേയുണ്ട്. ഞാൻ പറഞ്ഞു പോയ സമയം ഒരുപാട് ആയിപ്പോകും. ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ പോരല്ലോ. ഇന്ന് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് MLA സാന്നിധ്യത്തിൽ പറഞ്ഞത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ചിരിക്കണം ഇവിടെ. കാരണം കേന്ദ്ര വനം ആസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനും കൂടിയുണ്ട്. ഇപ്പോൾ പ്രവൃത്തി തുടങ്ങി വെച്ചതും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതും പണം കൊടുക്കാൻ ബഡ്ജറ്റിൽ സാധ്യതയുള്ളതുമായ പ്രവൃത്തികൾ ഏതാണ് എന്ന് നിശ്ചയിക്കണം. എത്ര എണ്ണം, ഏതെണ്ണം, എപ്പോൾ.
ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനോടും ഞാനത് അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് 5 ചെയ്യാൻ കഴിയുമെങ്കിൽ 5, 1 കിലോമീറ്റർ ചെയ്യാൻ കഴിയുമെങ്കിൽ 1 കിലോമീറ്റർ ഇന്ന മാസം തീർക്കും. ഓഗസ്റ്റ് 31 അല്ലെങ്കിൽ സെപ്റ്റംബർ 31 അല്ലെങ്കിൽ ഒക്ടോബർ 2 അല്ലെങ്കിൽ ഒക്ടോബർ 5 എന്നൊരു തീയതി നിശ്ചയിക്കണം. അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഒരു സമയബന്ധിത പരിപാടികൾ തയ്യാറാക്കി അത് പൂർത്തിയാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് ഈ 2 ഡിവിഷനിലെയും കാര്യങ്ങൾക്ക് ഇന്ന് തീരുമാനമുണ്ടാകണം. ഞാൻ അവരോട് വഴക്ക് പറയാറില്ലെങ്കിലും വഴക്കൊന്നും പറയാതെ ഞാൻ പറഞ്ഞത് അവർ ചെയ്യാറുണ്ട്. ഞാനിത് പറയുന്നത് സ്നേഹത്തോടു കൂടിയാണ് എന്നവർക്കറിയാം. സ്നേഹപൂർവമായ എൻ്റെ നിർബന്ധം അവർ നടപ്പിലാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാറുണ്ട്. അതിനവർക്ക് അവരോട് എനിക്ക് നന്ദിയുണ്ട്. ആ രീതി തുടരണം. അങ്ങനെ ആദ്യം പറഞ്ഞിടത്ത് ഞാൻ എത്തുകയാണ്. നമ്മുടെ വകുപ്പിനെ ഒരു സൗഹൃദ വകുപ്പായി മാറ്റാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിൽ സമാനതകളില്ലാത്ത ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത മേഖലയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കേരളത്തിലെ വനംവകുപ്പിന് കഴിഞ്ഞു. നിലമ്പൂരിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, വയനാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഞാൻ മുമ്പിൽ എന്ന ആവേശത്തോടുകൂടി ദുരന്ത മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചവരാണ് എന്ന് നമ്മളല്ല പറയേണ്ടത്. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തും എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ആ രീതിയിൽ നമുക്കിനിയും വളരെ മുന്നോട്ട് പോകാനുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും മറ്റ് ജില്ലകളിൽ ഇതുപോലുള്ള പരിപാടികളുണ്ട്. 100 ദിന പരിപാടി അടുത്ത മാസം പകുതിക്കാണ് അവസാനിക്കുന്നതിലും ഈ മാസം 31-ാം തീയതിയോടുകൂടി വനം വകുപ്പിലെ പരിപാടികൾ പൂർത്തിയാക്കാനാണ് ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത്. ആ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പായി നമുക്കിത് മാറ്റണം. ഞാൻ ഈ 7 മോട്ടോർ സൈക്കിളിൽ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ പറഞ്ഞു, ഡീസലടിക്കാൻ പണമില്ല എന്ന് ആരോടും പറയുന്നു. മോശമായി പോയില്ലേ? ഡീസലടിക്കാൻ എന്താ ലക്ഷക്കണക്കിന് രൂപ വേണം. ചിലപ്പോൾ അവിടെ അന്നേരം ഉണ്ടാവില്ല. പക്ഷെ അത് നാട്ടുകാരോട് ജനങ്ങളോട് പറയേണ്ടതാണ്. അവിടെ ഞാനത്ര നിരുപദ്രവകരമായി കാണാത്തതുകൊണ്ടാണ് അത് ഡീസൽ അടിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അത് ഗവൺമെൻറ്റിനെ മോശമാക്കാനുള്ളൊരു ചെറിയ ഒരു അത്രേ ഞാൻ പറഞ്ഞത്, ചെറിയൊരു ഇടുന്നുണ്ടോ? അങ്ങനെ അത് വേണ്ട. അദ്ദേഹമല്ല, ആരും അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ ചിന്തിച്ചു പോയത് ശരി അപകടമായി എന്ന് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇതാണ് ഞാനത് സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്കങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ജനങ്ങളോടാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. അതിനിടക്ക് വേണ്ടാത്ത സ്ഥലത്ത് വേണ്ടാത്ത അളവിൽ രാഷ്ട്രീയം കുത്തിച്ചെലുത്താൽ അത് വിഷം കയറ്റുന്നത് പോലെയാണ്. അപ്പം അതിനാണ് ഞാൻ ആൻറ്റി വനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്നിവിടെ നിലമ്പൂരിൻ്റെ ആവശ്യങ്ങളോട് 1-2 ആവശ്യങ്ങൾ MLA പറഞ്ഞിട്ടുണ്ട്. MLA അതേ പുതിയ ആവശ്യങ്ങൾ അത് ഈ ആഴ്ച തന്നെ വേണോ? നമ്മളൊന്ന് സ്ഥിതിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് പോരെ? അല്ല, പൈസയുടെ കാര്യം ആരായിക്കൊന്നും അല്ലാതെ ഇവർക്കൊരു ചിരിയുണ്ട്. ആ ചിരിക്കൊന്നൊരു കാര്യമില്ല. അതുകൊണ്ട് ആ ചിരിയല്ല ഞാൻ ചിരിക്കുന്നത്. പോക്കറ്റിൽ കുറച്ച് കുറവായതുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്നാലും വകുപ്പിന് ഇപ്പോഴത്തെ നിലയിൽ മാനേജ് ചെയ്യാൻ കഴിയുമെങ്കിൽ വിജയാനന്ദൻ നമുക്ക് ആ ബംഗ്ലാവ് റോഡ് പറയട്ടെ, അവർ പറയട്ടെ,
നിങ്ങൾ വേറെ ആരും പറയാനില്ല. കാരണം അത് എന്നോട് പറഞ്ഞത് MLA മാത്രമല്ല. നമ്മുടെ ആദിവാസി മേഖലയിൽ നിന്നും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഇത് ചെയ്യുന്ന ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹം ഇന്ന് രാവിലെ എന്നെ വന്ന് കണ്ടു. ഈ ഒരു സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു. പഠിച്ച് മിടുക്കന്മാരായവർ വരുമ്പോൾ അവരവിടെ നിന്നൊക്കെയല്ലേ വരുന്നത്. ഒരു റോഡ് കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു അപ്രോപ്രിയേഷനിലൂടെ അടിയന്തര ആവശ്യമില്ലാത്ത DFO അടിയന്തരം ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ബില്ല് മാർച്ച് 31 ശേഷം കൊടുക്കാൻ കഴിയുന്നത് ഏതെങ്കിലും ഒന്ന് ഇപ്പാക്കിയിട്ട് ഒന്നത് ചെയ്തു കൊടുത്താൽ അത് വലിയൊരു പുണ്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മൾ നിൽക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. പറഞ്ഞാൽ ഇനി ഒരുപാട് പറയാനുണ്ട്, ഇവർക്കെല്ലാം ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ ഈ സന്തോഷകരമായ ഈ അന്തരീക്ഷത്തിൽ നിങ്ങളെല്ലാം കാണാനും വനംവകുപ്പിനെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ പറയാനും സാധിച്ചിട്ടുള്ള സന്തോഷവും സംതൃപ്തിയും രേഖപ്പെടുത്തിക്കൊണ്ട് സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത്. ഈ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.